കട്ടത്താടിയും മീശയും വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ളൊരു സൂത്രം പറഞ്ഞു തരട്ടെ. വെറും 7 ദിവസം കൊണ്ട് നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന റിസൾട്ടാണ്. എന്താണ് സംഭവം എന്ന് പറയാം. വീഡിയോയിലേക്ക് പോകും. മുടിയും താടിയും മീശയും പിരുകും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളർത്തണോ? മാജിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് എവിടാണ് രോമം വളർത്തേണ്ടത് അവിടെ ഒന്ന് ഇട്ടു നോക്ക്. പെട്ടെന്ന് തന്നെ രോമം വളരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പൊ എൻ്റെ കൂടെ കൂടണേ. പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ആ ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കഷണ്ടി തല, പിരികമില്ലാത്തത്, മീശ വളരാത്തത്, താടി വളരാത്തത്. ഇനി ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പൊ എവിടാണ് രോമം വളരേണ്ടത് അവിടെ ഞാൻ പറയുന്ന ഈ കാര്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇപ്പൊ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1-2 ദിവസം കൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഉണ്ടാകും. താടിയിലാണ് ഉണ്ടാവേണ്ടതെങ്കിൽ, താടിയിലാണ് നിങ്ങൾക്ക് രോമം വളരണമെങ്കിൽ നിങ്ങൾ 1-2 ദിവസം കഴിയുമ്പോൾ കാണാം താടി നല്ല കട്ട താടിയായി മാറുന്നത്. ഇതൊരു മാജിക് ആയിട്ടുള്ള ഒരു പാക്കാണ്. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞു പറ്റിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് പലരും ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. സമയം കളയാതെ തന്നെ നമുക്കത് ചെയ്യാം. പിന്നെ ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു മാറ്റം കിട്ടാൻ സാധിക്കും. ചുമ്മാതെ ഇട്ടിട്ട് മാത്രം കാര്യമൊന്നുമില്ല. അകത്തും കൂടി ചെന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ അത് തയ്യാറാക്കിയാലോ. ഇപ്പൊ മീശയും താടിയും പിരുകവും തലമുടിയും വളർത്താൻ ഇതൊന്ന് തേച്ച് നോക്ക്. എന്തായാലും നമുക്കത് തയ്യാറാക്കി അത് ഉപയോഗിച്ചുള്ള ലൈവ് ചേഞ്ചസും കാണാം. പെട്ടെന്ന് തന്നെ രോമ വളർച്ച കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന കിടിലനായിട്ടുള്ള ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അലവേറ ജെല്ലാണ് ചേർക്കേണ്ടത്. അതൊരു 2 ടേബിൾ സ്പൂണോളമാണ് അലവേറ ജെല്ല് ചേർക്കേണ്ടത്. അങ്ങനെ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം നമ്മുടെ വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ആവണക്കെണ്ണയാണ് ചേർക്കേണ്ടത്. ആവണക്കെണ്ണ നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ സാധിക്കും. ആവണക്കെണ്ണ വേണ്ടത് 2 ടേബിൾ സ്പൂണോളമാണ് ആവണക്കെണ്ണ നമുക്ക് വേണ്ടത്. അങ്ങനെ ആവണക്കെണ്ണയും ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കേണ്ടതാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റോസ്മേരി വാട്ടറും കൂടി നമ്മൾ ചേർക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് കുതിരാനായിട്ട് ഒരു 3 ദിവസം വെച്ചിട്ടുള്ള നമ്മുടെ വേപ്പില, അതായത് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പിലയുടെ നീര് ഇറങ്ങും. ആ ഒരു നീര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് 1 ടേബിൾ സ്പൂണോളമാണ് വേണ്ടത്. 3 ദിവസം പഴക്കം ചെല്ലണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു സത്തൊക്കെ നല്ല പോലെ ആ ഒരു വെള്ളത്തിനകത്തേക്ക് ഇറങ്ങും കേട്ടോ. ചൂടുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ കറിവേപ്പില ഇടേണ്ടത്. പിന്നെ നമ്മൾ വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ 2 ചേർത്ത് കൊടുക്കണം. നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു ക്രീം നിങ്ങൾ ഒരു കാരണവശാലും പുറത്ത് വെക്കല്, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്രീം ഇടുന്നതിൻ്റെ മുന്നേ ഇപ്പം മീശയുടെ ഭാഗമാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ക്രീം ഇടാനായിട്ട്. പിരുകമാണെങ്കിലും പിന്നെ താടിയാണെങ്കിലും നല്ല പോലെ നിങ്ങൾ ഷേവ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്രീം ഇടാനായിട്ട്. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് കാണാം. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ്. ഇത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിലെല്ലാം ചേർത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്രീം ദാ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പം നിങ്ങൾക്ക് കഷണ്ടി തലയാണെങ്കിലും ഇവിടെയും നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഒരാഴ്ച അളവിനാണ് ഉണ്ടാക്കിയേക്കുന്നത്. കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. സംഭവം കിടുവാണ് മക്കളെ. എന്തായാലും ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയാനായിട്ട് മറക്കല്ലേ. നിങ്ങൾ താടിയിലും മീശയിലും ഒക്കെ തേക്കുന്ന സമയത്ത് തേച്ച് ഇതേപോലെ പിടിപ്പിച്ചിട്ട്
ഒരു നോർമൽ രീതിയിൽ ഒരു മസാജ് കൊടുക്കണം. അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് നമ്മൾ ഇത് മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. താഴെ നിന്ന് മുകളിലേക്കും ഇതേപോലെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് പിച്ചി കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അതുമൂലം പെട്ടെന്ന് തന്നെ ആ ഒരു ഏരിയയിലേക്ക് ഹെയർ ഗ്രോത്ത് വരാനും സാധിക്കുന്നതാണ്. വിപണിയിൽ നിന്ന് പല മാർഗങ്ങളുണ്ട് രോമം വളർത്തുന്നതിന് വേണ്ടി. അതൊക്കെ ചെയ്ത് നിങ്ങളുടെ ശരീരം നശിപ്പിക്കാതെ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കാരണം വിപണിയിൽ കിട്ടുന്ന പല കാര്യങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പഠനങ്ങളിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെ ചെന്ന് നിങ്ങൾ ചാടാതെ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തായാലും ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കണേ. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു വിലപ്പെട്ട ലൈക്കും കൂടി എനിക്ക് തരാനും കൂടി മറക്കല്ലേ. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്നും വന്ന് എന്നോട് പറയണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.